ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ കടന്നു പോകുന്ന സമയമാണിത്. കാരണം തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികളുടെ കലോത്സവം നടക്കുകയാണ്. അത് എല്ലാവരെയും സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അവിടെയുള്ള കുട്ടികൾ പല രീതിയിലെത്തുന്നവരാണ്, പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നെത്തുന്നവരാണ്. പഠിക്കാനും കലയോടുള്ള സ്നേഹം കൊണ്ടുമൊക്കെ അവിടേക്കെത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അക്കൂട്ടത്തിൽ നിരവധി പേരുടെ ഇടയിൽ ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെ അടുത്തേക്കും എത്തുകയാണ്. ഹരിഹർ ദാസ് എന്ന ചെറുപ്പക്കാരൻ്റെ വാർത്ത. അവൻ അതിമിടുക്കനാണ്. എന്നാൽ അവനിപ്പോൾ കലോത്സവ വേദിയിൽ എത്തിയിരിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ മരണവാർത്ത അറിയുന്നതും ഒരുമിച്ചായിരുന്നു. തകർന്ന വേദനയോടെ അധ്യാപികയ്ക്കൊപ്പം വീട്ടിൽ തിരികെ എത്തിയ ഹരിഹർ ദാസ് വൈകുന്നേരം അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ ശേഷം കലോത്സവ വേദിയിലേക്ക് തിരികെ പോയി. അവൻ്റെ അമ്മയും ബന്ധുക്കളും എല്ലാവരും പറഞ്ഞത് പ്രകാരമാണ് അവൻ അവിടേക്ക് തിരികെ എത്തിയത്. മകൻ കലാകാരനാകണമെന്ന സ്വപ്നം അച്ഛൻ്റെ സ്വപ്നമായിരുന്നു. ഹരിഹർ കാണുന്നതിനു മുൻപേ അച്ഛനത് സ്വപ്നം കണ്ടിരുന്നു. അതുകൊണ്ട് ആ അച്ഛനൊരിക്കലും പൊറുക്കില്ല. അദ്ദേഹം കാരണം മകൻ്റെ കലോത്സവവേദി മുടങ്ങുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് അമ്മയും അച്ഛൻ്റെ ബന്ധുക്കളടക്കമുള്ളവരെല്ലാവരും ഇത് അവനോട് പറഞ്ഞത്. അവൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും അച്ഛൻ്റെ സന്തോഷം അതാണെന്ന് മനസ്സിലാക്കിയ അവൻ പിന്നീട് കലോത്സവവേദിയിലെത്തുകയായിരുന്നു. പ്രൈസുകൾ വാരിക്കൂട്ടിയ അവനെ കൂട്ടുകാർ താഴെ വെച്ചില്ല, നിലത്ത് വെച്ച ആകാശത്തേക്ക് ഉയർത്തി. നിന്റെ അച്ഛനും കൂടി കാണട്ടെ, നിന്റെ സന്തോഷം അച്ഛൻ അവിടെ നിന്ന് കാണുന്നുണ്ടാകുമെന്ന് കൂട്ടുകാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കോട്ടയം ലാക്കാട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ഹരിഹർ തൻ്റെ അച്ഛൻ്റെ അവസാന സമ്മാനമായി A ഗ്രേഡ് സ്വന്തമാക്കിയാണ് മടങ്ങിയത്. വാഹനാപകടത്തിൽ മരിച്ച അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ ശേഷം ഉറക്കമില്ലാത്ത ഒരു രാത്രി കഴിച്ചുകൂട്ടിയാണ് ഹരിഹർ കലോത്സവ വേദിയിൽ തിരികെ എത്തിയത്. നീരുണങ്ങാത്ത കണ്ണോടെ വേദിയിൽ കയറി കൂട്ടുകാർക്കൊപ്പം വൃന്ദവാദ്യ മത്സരത്തിൽ പങ്കെടുത്ത് A ഗ്രേഡും നേടി. ഹരിഹർ വായിച്ച ഓടക്കുഴലിലൂടെ പ്രവഹിച്ച തീരാവേദന എരിയുന്ന സംഗീതമായി ആ കലോത്സവ വേദികളിൽ ഒന്നാകെ പടർന്നു. അച്ഛൻ്റെ ഷർട്ടും വാച്ചുമായിരുന്നു അവൻ ധരിച്ചിരുന്നത്. അച്ഛൻ കൂടെയുണ്ടെന്ന വിശ്വാസം തന്നിലേക്ക് ഏറ്റവും കൂടുതൽ അവൻ അമർത്തിപ്പിടിച്ചു. കൂട്ടുകാർക്കൊപ്പം എത്തിയപ്പോൾ തന്നെ അച്ഛൻ്റെ അതേ ഷർട്ടും വാച്ചും ധരിച്ച് ഹരിഹർ വേദിയിലെത്തിയപ്പോൾ കണ്ണീരായിരുന്നു ആദ്യം വന്നത്. കോട്ടയം എറണാകുളം റോഡിൽ കാണക്കാരി ജംഗ്ഷന് സമീപം ശനിയാഴ്ച രാത്രിയുണ്ടായ ബൈക്ക് അപകടത്തിലാണ് ഹരിഹറിന്റെ പിതാവ് AK അയ്യപ്പദാസ് മരിച്ചത്. കോട്ടയം സ്റ്റാർ വോയിസ് ട്രൂപ്പിലെ ഗായകനായ അയ്യപ്പദാസ് രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം. കലാകാരനായ അദ്ദേഹത്തിന്റെ മകനും വലിയൊരു കലാകാരനാകണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. പഠിക്കാൻ മിടുക്കനാണെങ്കിൽ കൂടിയും കലോത്സവ വേദികളിൽ മിടുക്ക് കാട്ടണമെന്നാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ളതെന്ന് ഹരിഹർദാസ് ഓർത്ത് പറയുന്നുണ്ട്. കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതിന്റെ അന്നായിരുന്നു അച്ഛന്റെ അപകട വാർത്ത അറിഞ്ഞത്. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെ ഒരു അധ്യാപികയ്ക്കൊപ്പം ഹരിഹർദാസ് സ്കൂൾ അധികൃതർ വീട്ടിലെത്തിച്ചു. ബാക്കി 6 പേരുമായി പ്രതീകാത്മകമായി മത്സരിച്ചു മടങ്ങാനായിരുന്നു കൂട്ടുകാരുടെ തീരുമാനം. അവനെ വിളിക്കാനാകില്ല, അവനെ വിളിക്കുന്നത് ശരിയുമല്ല. അവനിപ്പോൾ ആ കുടുംബത്തിനോടൊപ്പം നിൽക്കേണ്ട സമയമാണ്. അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കൂട്ടുകാർക്ക് പറ്റാത്തതിൻ്റെ വിഷമം അവരുടെ ഇടയിലുണ്ടായിരുന്നു. എന്തു തന്നെയായാലും അവരെ നേരിട്ട് കാണുമ്പോൾ എല്ലാം പറയാമെന്നായി. അവന് വേണ്ടി ഞങ്ങൾ ആ സമ്മാനങ്ങൾ വാങ്ങുമെന്നായി. വൈകുന്നേരമാണ് നടപടികൾ പൂർത്തിയാക്കി അയ്യപ്പദാസിന്റെ മൃതദേഹം ഉഷയുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. സാധാരണ തൊട്ടടുത്ത ദിവസം മാത്രമേ മൃതശരീരം വൈകി ലഭിച്ചു കഴിഞ്ഞാൽ ചടങ്ങുകൾ നടത്തൂ. എന്നാൽ ഹരിഹർദാസിന് തിരുവനന്തപുരത്തേക്ക് എത്തണമെന്ന അമ്മയ്ക്കും അതുപോലെ തന്നെ അവിടെയുള്ളവർക്കൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചിന്താഗതിയൊക്കെ മാറ്റിവെച്ച് അച്ഛൻ്റെ ചടങ്ങുകൾ അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് രാത്രി 10 മണിയോടെ ചിതയ്ക്ക് ഹരിഹർ തീ കൊളുത്തി. പിന്നാലെ കൂട്ടുകാർക്ക് വേണ്ടി അവൻ കലോത്സവ വേദിയിലേക്ക് എത്തുകയായിരുന്നു. കൂട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, അവന്റെ പ്രിയപ്പെട്ട അച്ഛന് വേണ്ടി കൂടിയാണ്. രാത്രി തന്നെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയും ചെയ്തു. ആ സമ്മാനം ലഭിച്ചപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടി അവനെ എടുത്തു ഉയർത്തി. അവന്റെ അച്ഛന്റെ അനുഗ്രഹം തന്നെയാണ് ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചത് എന്ന് എല്ലാവരും പറഞ്ഞു. മത്സരവേദിയിൽ കൂട്ടുകാർ വെള്ളയും കറുപ്പും യൂണിഫോമിൽ സ്റ്റേജിൽ കയറിയപ്പോൾ ഹരിഹർദാസ് തന്നെ കലാകാരനായ സ്വപ്നം കണ്ട അച്ഛന്റെ ഷർട്ടും വാച്ചുമാണ് ധരിച്ചത്. മത്സരത്തിൽ A ഗ്രേഡ് ലഭിച്ച ഹരിയെയും ടീമിനെയും അഭിനന്ദിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയിരുന്നു. മന്ത്രി തന്നെയാണ് ഹരിയുടെ വേദന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും. വേദിയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തിരികെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അമ്മയും സഹോദരങ്ങളും വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന വാക്കോടെ മാത്രം ഹരിഹർ അവിടുന്ന് തിരിച്ചു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.